ശക്തമായ മഴയിൽ വെള്ളം കയറിയ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പീരുമേട് എംഎൽഎയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം രാത്രികാല ഡോക്ടറും കിടത്തി ചികിത്സയും അടക്കം നടത്താനുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കുമെന്ന് എംഎൽഎ പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950 പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ ചോറ്റുപാറ കൈത്തോട് കരകവിഞ്ഞൊഴുകിയതോടുകൂടിയാണ് ദേശീയപാതയ്ക്കും പരിസരത്തെ വീടുകൾക്കും ഒപ്പം വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും വെള്ളം കയറിയത്. മഴയ്ക്ക് അല്പം ശമനമായതോടുകൂടി ആശുപത്രിയുടെ പരിസരങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയപ്പോൾ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും ചെളിയും മൂലം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പീരുമേട് എംഎൽഎ അഡ്വക്കേറ്റ് സിറേഖ് തോമസിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ശുചീകരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റും എംഎൽഎയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം കോർഡിനേറ്ററുമായ ആർ വിഘ്നേഷിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മണിമേഖല, അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ, സെക്രട്ടറി വെള്ളയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എ അബ്ദുൾ റഷീദ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവമാക്കൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ, എം ഉദയസൂര്യൻ, റോയ് ജോസഫ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി സെക്രട്ടറി വിജയ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ മകേഷ്, ഉദയകുമാർ, തോമസ്, വിനോദ് കുമാർ, സുഭാഷ്, HMC മെമ്പർമാർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. തുടർന്ന് എംഎൽഎ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അടുത്ത ദിവസം കൂടുന്ന HMC മീറ്റിംഗിൽ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. നമുക്ക് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ ഈ ആശുപത്രിയിൽ വലിയ അസൗകര്യമാണ് ഇവിടെ ഉണ്ടാകുന്ന. കുറേയധികം മരുന്നുകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് എന്ത് പരിഹാരമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാനിവിടെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒരു കുറവുണ്ട്, സ്റ്റാഫുകളുടെ കുറവുണ്ട്, അതുപോലെ മറ്റ് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഇവിടെ കൂടുതൽ ഒരുക്കാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ആളുകൾക്ക് കൂടുതൽ സേവനം ലഭ്യമാക്കത്തക്ക രീതിയിൽ നമ്മളുടെ ഈ ആശുപത്രിയുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ആശുപത്രിയിൽ കൂടുതൽ രോഗികൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളിൽ കോട്ടയം മേഖലയിൽ ആളുകളൊക്കെ ആശ്രയിക്കുന്നത് ഈ വണ്ടിപ്പെരിയാർ CHC ആണ്. അതോടൊപ്പം തന്നെ കിടത്തി ചികിത്സ ഉൾപ്പെടെ കൂടുതൽ ഡോക്ടർമാരെ വിന്യസിച്ചുകൊണ്ട് നടത്താനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുമെന്നും പറഞ്ഞു. ഇതുകൂടാതെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന പുതിയ നൂതന മെഷീനുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.